ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ ഒരു കുടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഞാൻ പൊതുവേ നിങ്ങൾ സൺഡേ ആൻഡ് സാറ്റർഡേ വ്ലോഗാണ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുക. ഇന്ന് പതിവില്ലാതെ ഞാനൊരു ചൊവ്വാഴ്ചത്തെ വ്ലോഗ് എടുക്കാമെന്ന് കരുതി. സോ ഒരു സാധാരണ ഒരു ദിവസമാണ്, അതിൻ്റെ കൂട്ടത്തിലൊരു സ്പെഷ്യൽ കാര്യമുണ്ട്, ഞാൻ പറയാം. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. ഇത് ആക്ച്വലി എൻ്റെ കാലെന്നല്ല, എൻ്റെ സ്കിൻ മൊത്തത്തിൽ ഡ്രൈ സ്കിന്നാണ് എൻ്റെത്. സോ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചർ ഉണ്ടായിരുന്നു, എലോഡെർമ എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ കാല് ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ, മറ്റേത് ഭാഗത്തിനെക്കാട്ടിലും കൂടുതൽ കാല് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ. അപ്പം ഞാൻ കാലിൻ്റെ ഭാഗത്തൊക്കെ ഈ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഇതെനിക്ക് ആദ്യമേ കുറേ മുന്നേ തന്നിട്ടുള്ളതാണ്, ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. സോ കാലിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തു. നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, ഫേസിന് ഹോൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ പിന്നെ അന്ന് ആ സമയത്ത് ഡ്രൈ സ്കിൻ ആയിരുന്നു, അന്ന് ഉപയോഗിച്ച് നിർത്തി. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേബി ക്രീമാണ്, ഹിമാലയയുടെ. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ഈ ഒരു സ്കിൻ കെയറിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അഗെയിൻ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. പിന്നെ ഇന്നലെ എന്തോ എൻ്റെ മുഖത്ത് കടിച്ചിട്ടുണ്ട് തോന്നുന്നു, അതാണ് ഞാനിങ്ങനെ മുഖത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്നത്. എന്താണെന്നറിയില്ല, ഇവിടെ കൊതുകിൻ്റെ ശല്യം നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മൾ മുഖത്ത് കൂടെ അപ്ലൈ ചെയ്യാണ് മോയ്സ്ചറൈസർ. നിങ്ങൾ എന്തായാലും ഇനിയിപ്പം വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നത്, വേനൽക്കാലം നല്ല ചൂടാണ്, ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി. സോ എല്ലാവരും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിൽ നല്ല ചൂടാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായി. സോ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോവാതിരിക്കുക. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ സ്കിന്ന് കുറച്ചധികം ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. കാര്യം ഫേസ് വാഷൊക്കെ ഇട്ട് കഴിഞ്ഞ് മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ ചില സമയത്ത് ഫീൽ ചെയ്യും. ചില സമയത്ത് നല്ല എപ്പോഴും ഞാൻ ഏത് ടൈപ്പ് ഓഫ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ കടകളിലൊക്കെ കിട്ടുന്ന, ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധാ ഓരോ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ഇട്ട് നോക്കുമ്പോഴും സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട്. സോ മേക്ക് ഷുവർ യു വെയർ മോയ്സ്ചറൈസർ സ്യൂട്ടബിൾ ഫോർ യുവർ സ്കിൻ. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട സുന്ദരിക്കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ ചായയൊക്കെ കുടിച്ചാണ്, ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം എനിക്ക് കുക്കിംഗ് വീഡിയോ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ബേസിക്കലി. സോ കുക്ക് ചെയ്യുന്നതിനൊന്നും ഞാനങ്ങനെ കാണിക്കുന്നില്ല. എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഗൈസ്. സോ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ, ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ അറിഞ്ഞിരിക്കേണ്ട. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളൊരു ഫുഡ് സയൻസിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് ഇങ്ങനെ വെറുതെ മറച്ച് നോക്കുക. കാര്യം വല്ല പൊടി തട്ടി ചെതലരിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഫുഡ് സയൻസിൻ്റെ ഒരു ബുക്ക് ഞാൻ കുറച്ച് റെഫർ ചെയ്യുന്നതാണ്, എന്തെങ്കിലും എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തില്ലേ, ചില കുട്ടികൾ കാണാം ബുക്സൊക്കെ ഭയങ്കര നീറ്റാക്കി കൊണ്ടു നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ വേറൊരു കാറ്റഗറി അത്ര നീറ്റൊന്നും ഇല്ലാണ്ട് ചട്ടയൊക്കെ, പിന്നെ എന്താ പറയുക, പുറം ചട്ടയൊക്കെ 4 ഭാഗത്ത് കീറിയിട്ട് ഫുള്ള് വരഞ്ഞിട്ട് മാർക്കർ കൊണ്ടും എന്താ പറയുക ഹൈലൈറ്റർ കൊണ്ടൊക്കെ ആകെ വരഞ്ഞിട്ട് അങ്ങനെ നടക്കുന്ന കുറച്ച് ടീംസ് വേറെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഏത് കാറ്റഗറി എന്ന് വെച്ചാൽ എൻ്റെ മൂഡ് പോലെയാണ്. ഞാനങ്ങനെ വല്ലാണ്ടങ്ങനെ ബുക്സിലിങ്ങനെ വരഞ്ഞിടുന്ന കൂട്ടത്തിലൊന്നുമല്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ വരഞ്ഞ് വെക്കാറുണ്ടായിരുന്നു കോളേജ് ടൈമിലൊക്കെ. ഇപ്പോൾ പിന്നെ ഞാനങ്ങനെ ബുക്സൊന്നും അങ്ങനെ അധികം വായിക്കാറില്ല. ലൈക്ക് സ്റ്റോറീസ്, നോവൽസൊക്കെ അങ്ങനത്തെയൊക്കെ വായിക്കുന്നതല്ലാണ്ട് നമ്മൾ പഠന സംബന്ധമായിട്ടുള്ള ബുക്സ് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ വല്ലാണ്ട് വായിക്കാറില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ പർപ്പസ് വന്നുകൊണ്ട് എടുത്ത് വാങ്ങിക്കുന്നതാണ്, അല്ലാണ്ട് നിങ്ങളെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നതല്ല. ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുഡ് ടെക്നോളജി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അവരെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ BScക്കാർക്കൊന്നും ഇപ്പം അത്ര വലിയ വിലയില്ല എന്ന് തന്നെ വേണേൽ പറയാം. MSc PhD ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണ് കുറച്ചൊരു ഡിമാൻഡ് കൂടുതലുള്ളത്. സോ ഗൈസ്, ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു, കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. വായിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനാണ് വായിക്കുന്നതെന്ന്. സോ ചെറുതായിട്ട് എൻ്റെ ജോലി ഒന്ന് പോയായിരുന്നു. ജോലി പോയതല്ല, ഞാൻ റിസൈൻ ചെയ്തതാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം,
നമ്മൾ കടിച്ചു തൂങ്ങി നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ കളഞ്ഞുകൊണ്ട് നമ്മളൊരു ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ. സോ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മോട്ടിവേഷണൽ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലും എൻ്റെ ലൈഫിലും എനിക്കത് കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമല്ലേ ഞാൻ ആ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. സോ അങ്ങനെ പറയുന്നതിന് കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി കളഞ്ഞൊന്നുമല്ല കേട്ടോ. ജോലി കളഞ്ഞിട്ട് ആക്ച്വലി കുറച്ച് ദിവസമായി. എന്നുവെച്ചാൽ ഭയങ്കര ഹെക്റ്റിക് വർക്ക് പ്രഷറാണ്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഒരുപാട് വർക്ക് പ്രഷർ, പിന്നെ സൺഡേയ്സിലും അവർ വർക്ക് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. സോ ആഴ്ചയിൽ 7 ദിവസമൊക്കെ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത്. കാര്യം ജോലിയൊന്നുമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത സെയിം പ്ലേസ് തന്നെയാണ്. സോ ഞാൻ പോണത് എന്താ പറയുക, ട്രെയിൻ തന്നെയാണ്, ലോക്കൽ ട്രെയിനാണ്. സോ ട്രെയിനാണ് പോണത്. എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ട് 3 PM അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു മണിയൊക്കെ ആകുന്ന സമയത്ത് ഇറങ്ങും. ഇപ്പം 12:50 ആയിട്ടേ ഉള്ളൂ. 1 മണിയാകുമ്പോൾ ഇറങ്ങും. എന്താവുന്നൊന്നും അറിയില്ല. ഒരു മാനേജർ പോസ്റ്റിലേക്കുള്ള ഒരു വാക്കൻസിയാണ്. സോ ഇന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. അത് വേറെ കാര്യം. ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ. പിന്നെന്താ, ഞാനങ്ങനെ വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കുറച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. KKPP ആണ്, കിട്ടി പോയി ആ ഒരു ഇതാണ്. സോ ഈ വേറൊരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കണ്ടിന്യൂസ് കാര്യം, ഇത് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചിരിക്കും, ലേസി ആയിരിക്കും അങ്ങനെ. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും വീഡിയോയും ഇടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 290 ആയി സബ്സ്ക്രൈബേഴ്സ്, സൂൺ ടു ബിക്കം 300 സബ്സ്ക്രൈബേഴ്സ്. സോ ഇത്ര വലിയ ആനക്കാരിയായിട്ടൊന്നും തോന്നില്ല, ബട്ട് എന്നെ സംബന്ധിച്ച് ഇത് വലിയ ആനക്കാരിയാണ്. കാരണം ഞാനൊരു ചാനൽ തുടങ്ങി, നമ്മുടെ ചാനൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സ്വീകാര്യത നേടുന്നുണ്ട് എന്നറിയുമ്പോൾ, കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ ഫീൽ സോ മച്ച് ഹാപ്പി, സോ മച്ച് ഗ്രേറ്റ്ഫുൾ. എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ യൂട്യൂബിലുള്ള ഓരോ ചെറിയ മൈൽ സ്റ്റോൺ വരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്നും നടക്കുമെന്നറിയില്ല. ടച്ച് വുഡ് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലോ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാത്തത്. ബട്ട് ഡെഫിനറ്റ്ലി അതിന് നല്ലൊരു ഗ്രാജുവൽ പ്രോഗ്രസ് ആയി നല്ലൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ യൂട്യൂബ് ഫാമിലിൻ്റെ അടുത്ത് തന്നെയായിരിക്കും, അതിൽ നോ ഡൗട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ടൈമായി, നമുക്കൊന്ന് ഇൻ്റർവ്യൂവിന് പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ പോയി വന്നതിന് ശേഷം പറയാം. ഒട്ടുക്കത്തെ വെയിലാണ് ഗൈസ്, ഐ വിൽ ഷോ യു. ഇവിടുത്തെ വെയിൽ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും നാട്ടിൽ പോലും ഇല്ല കേട്ടോ അവിടെ, ബട്ട് എന്നാലും വെയിലുണ്ട്. ഞാൻ കാണിച്ചുതരാം നിങ്ങളെ പുറത്തുള്ള ഒരിത്. ഇതിലിപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല വെയിലിൻ്റെ ഒരു ചൂട്. ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, ബട്ട് ആക്ച്വലി നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ ഈ ചൂടത്ത് വേണം നമുക്ക് പോകാനായിട്ട്. ഞാൻ കുടയൊക്കെ എടുത്തിട്ടാണ് പോവുക. പിന്നെ അവിടെ ഒരു രമേശ് താക്കൂർ സ്റ്റേഡിയം കാണാം നിങ്ങൾക്കൊരു മൈതാനം. അവിടെ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയേഴ്സ് ആണോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിൻ്റെ ആൾക്കാരായിരിക്കണം. അവിടെ എന്താണെന്നറിയില്ല, എന്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ അവരൊക്കെ സമ്മതിക്കണം. ഈ പൊരിവെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരില്ല. ഇവിടെ നല്ല ഏത് സ്ഥലത്താണേലും ഈ വെയിലും മഴയും മഞ്ഞും ഒക്കെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാരില്ലേ, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലത്. സോ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ കുപ്പായൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. സാധാരണ ഞാൻ ടോപ്പും ഏതെങ്കിലും ബനിയനും ജീൻസൊക്കെ ഇട്ടിട്ടാണ് പോവുക. സാധാരണ ഞാനിത് അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇതെടുത്തിട്ടേക്കാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഡോർ ലോക്ക് ചെയ്തിട്ട് വേണം പോകാൻ. സോ ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്തു. അങ്ങനെ ഗൈസ് നമ്മൾ വീട് പൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 1:25 ട്രെയിന്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് 4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴെ പോകാൻ. അതായത് 4th ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. സ്റ്റെപ്പ് കയറി ഇറങ്ങി വേണം നമുക്ക് റൂമിലെത്താൻ. അപ്പം നമ്മൾ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സോ ഉടനെ തന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്.
ബൈക്ക്. നിങ്ങൾ വെയിലടിച്ചിട്ട് എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അജാതി വെയിലാണ്, കണ്ണൊന്നും കാണുന്നില്ല എനിക്ക് വെയിലടിച്ചിട്ട്. സോ നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്കാണ് നടക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വൃത്തിയില്ലാത്ത പോലെയാണ്. നമ്മളിപ്പോൾ റൂം മാറിയിരിക്കുന്നത്. ആദ്യമുള്ള വഴിയൊക്കെ, ആദ്യം നമ്മൾ താമസിച്ച റൂമും അതിന് ചുറ്റിലുള്ള വഴി അടിപൊളിയായിരുന്നു. റൂം കുറച്ച് അബദ്ധമായിരുന്നെങ്കിലും വഴി അടിപൊളിയായിരുന്നു. ഇവിടെ വഴി കുറച്ച് ഷോക്കാണ്, റൂം വലിയ തിരക്കേടില്ല. അങ്ങനെ റൂമിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളുണ്ട്, പക്ഷെ വഴി കുറച്ച് സീനാണ്. ഒരു ഒരു ലോക്കൽ ഏരിയ പോലത്തെ സ്ഥലമാണിത്. മുംബൈ ഏരിയയിലൊക്കെ വന്നു വിട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഈ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ആക്ച്വലി ഇത് ഖാർഖോപ്പർ എന്ന് പറയുന്ന സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം വന്നിട്ട് ഖാർഖോപ്പറാണ്. സോ ആ ഏരിയയിലുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ആൾക്കാരുടെ നോട്ടമാണ്. അത് ഇവിടെ നിന്നല്ല, ഏത് സ്ഥലത്ത് പോയാലുണ്ടാവും ചില വായി നോക്കിയാൽ അന്യായ നോട്ടം. അങ്ങനെ കുറേ തെണ്ടികൾ ഇവിടെ ഉണ്ട്, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു ഗൈസ്. ഈ വീക്ക് അവർ പറയാമെന്നാണ് പറഞ്ഞത് റിസൾട്ട്. ആൻഡ് അപ്പൂൻ്റെ ഒരു പാൻറ്റ് തുന്നാൻ ഞാനായിട്ട് സൂചി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ സമാപിക്കുകയാണ് ഗൈസ്.